സ്വാഗതം. കഴിഞ്ഞ സെഷൻ നമ്മൾ ഫസ്റ്റ് എയ്ഡിൻ്റെ കുറച്ച് പോർഷൻസ് ഡീൽ ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമ്മളതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ഓഫ് സ്നേക്ക് ബൈറ്റ്, ഡോഗ് ബൈറ്റ് ആൻഡ് ഇൻസെക്റ്റ് ബൈറ്റ് എന്നൊക്കെയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാം. അതുകൂടാതെ പ്രായഭേദമന്യേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവൻ രക്ഷാ മാർഗമാണ് CPR അല്ലെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയും. അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാം. അതിനോടൊപ്പം തന്നെ തൊണ്ടയിൽ ഏതെങ്കിലും വസ്തുക്കൾ കുടുങ്ങിയാൽ ആ തൊണ്ടയിലുള്ള വസ്തുക്കൾ അതെങ്ങനെയാണ് അത് മാറ്റുന്നത് എന്നതിനെ പറ്റിയുള്ള അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ഓഫ് ചോക്കിംഗ് അത് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻസെക്ട് ബൈറ്റ്സ്. ഇനി പ്രാണികൾ കുത്തുമ്പോൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇൻസെക്ട് ബൈറ്റ്സിൻ്റെ സിംറ്റംസ് ആദ്യം പറയാം. പെയിൻ, വേദന ഉണ്ടാകുന്നു. റെഡ്നെസ്, ചുവപ്പ് നിറം. സ്വെല്ലിംഗ്, നീര്. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ. ബേണിംഗ് മീൻസ് നീറ്റൽ. നംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിപ്പ്. ടിംഗ്ലിംഗ് മീൻസ് തരിപ്പ്. ഇത്രയാണ് സാധാരണ ഇൻസെക്ട് ബൈറ്റ്സിന് ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ. ഇൻ സിവിയർ അനാഫലൈസിസ്, ദാറ്റ് മീൻസ് നല്ല അലർജിക് റിയാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ദെയർ വിൽ ബി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അബ്ഡോമിനൽ പെയിൻ ഓർ വൊമിറ്റിംഗ്. അതായത് സിവിയർ അലർജിക് റിയാക്ഷൻസ് രോഗിക്ക് വന്നു എന്നുണ്ടെങ്കിൽ ശ്വാസമുട്ടൽ, വയറുവേദനയും വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവും. ഇനി ഫസ്റ്റ് എയ്ഡ് നോക്കാം. ഫസ്റ്റ് വൺ, റീഅഷ്യൂർ ദ പേഴ്സൺ. രോഗിയെ ആശ്വസിപ്പിക്കുക. റിമൂവ് കൺസ്ട്രിക്റ്റീവ് ക്ലോത്തിങ്സ് ആൻഡ് ജ്വല്ലറി. ഇറുകി പിടിച്ച വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഊരി മാറ്റുക. കാരണം നീര് വയ്ക്കും. ഇൻസെക്റ്റ് ബൈറ്റ് ചെയ്ത ഭാഗം പെട്ടെന്ന് നീര് വയ്ക്കും. അപ്പോൾ ജ്വല്ലറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ അതൊക്കെ മാറ്റുക. റിമൂവ് ദ സ്റ്റിങ്, ടിക്ക് ഓർ ഹെയർസ് ഇഫ് സ്റ്റിൽ ഇൻ ദ സ്കിൻ. ഇനി പ്രാണി കുത്തിയ ഭാഗത്ത് പ്രാണിയുടെ കൊമ്പോ അതിൻ്റെ ചിറക്, മുടി എന്നിവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ട്വീസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. വാഷ് ദ അഫക്റ്റഡ് ഏരിയ വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. കടിച്ച ഭാഗം സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് ഭംഗിയായി കഴുകുക. എലിവേറ്റ് ദ ഏരിയ ടു ഇഫ് പോസിബിൾ ടു റെഡ്യൂസ് സ്വെല്ലിംഗ്. അതായത് നീര് വരാൻ സാധ്യതയുള്ളതിനാൽ ആ ഭാഗം പൊക്കി വയ്ക്കുക. Place the ice wrapped in a washcloth over the area for 10 minutes and then off for 10 minutes. Repeat the process. അതായത് നീര് വന്ന ഭാഗത്ത് ഒരു ചെറിയ ഒരു ക്ലോത്തിൽ ഐസ് കട്ട പൊതിഞ്ഞ് ആ ഏരിയയിൽ ഐസ് വെക്കാവുന്നതാണ്. ഡയറക്റ്റ് ഐസ് വെക്കാതെ ഒരു ക്ലോത്തിൽ ഐസ് പൊതിഞ്ഞ് ഐസ് പാക്കായിട്ട് നമുക്ക് വെക്കാം. ഒരു 10 മിനിറ്റ് വെക്കാം. അതിനുശേഷം 10 മിനിറ്റ് വെക്കാതിരിക്കുക. 10 മിനിറ്റിന് ശേഷം വീണ്ടും അഗെയിൻ അടുത്ത 10 മിനിറ്റ്സ് ഈ ഐസ് പാക്ക് വെക്കാവുന്നതാണ്. ഡു നോട്ട് ഗീവ് എനി മെഡിക്കേഷൻ അൺലെസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മെഡിസിൻസും രോഗിക്ക് കൊടുക്കാൻ പാടില്ല. ഫസ്റ്റ് എയ്ഡ് ഓഫ് ഡോഗ് ബൈറ്റ്. ഇനി പട്ടി കടിച്ചാൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാഷ് ദ ബിറ്റൻ ഏരിയ വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. പട്ടി കടിച്ച ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. അപ്ലൈ ഡയറക്റ്റ് പ്രഷർ യൂസിങ് ഗോസ് ബാൻഡേജ് ഓർ ക്ലീൻ ക്ലോത്ത് ഇഫ് ദെയർ ഈസ് ബ്ലീഡിങ്. നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോസ് ബാൻഡേജോ ക്ലീൻ ക്ലോത്തോ ഉപയോഗിച്ച് അമർത്തി കെട്ടാവുന്നതാണ്. ഒബ്സർവ് ദ ഡോഗ് ഇഫ് പോസിബിൾ ഫോർ 15 days ടു സീ ഇഫ് ഇറ്റ് ഡെവലപ്പ് സൈൻസ് ഓഫ് റാബിസ്. കടിച്ച പട്ടിയെ സാധ്യമാണെങ്കിൽ 15 ദിവസം നിരീക്ഷിക്കുക. കൺസൾട്ട് ഡോക്ടർ ഫോർ വാക്സിനേഷൻ എഗെയിൻസ്റ്റ് റാബിസ്. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പിനായി രോഗിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. നെക്സ്റ്റ്, സ്നേക്ക് ബൈറ്റ്. ഇനി ഫസ്റ്റ് എയ്ഡ് ഫോർ സ്നേക്ക് ബൈറ്റ് ആണ്. അതിനു മുമ്പ് പലതരത്തിലുള്ള വിഷമുള്ള സ്നേക്കുകളെ ഒന്ന് പരിചയപ്പെടാം. ക്രേറ്റ് ഇത് വെച്ചാൽ വെള്ളിക്കെട്ട്. വൈപ്പർ മീൻസ് അണലി. കോബ്ര എന്ന് വെച്ചാൽ മൂർഖൻ. അപ്പോൾ ഈ വിഷപ്പാമ്പുകൾ ഒക്കെ കൊണ്ട് കടിയേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാവുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ഫോർ സ്നേക്ക് ബൈറ്റ്. ഐഡൻറ്റിഫൈ ദ സ്നേക്ക് ഇഫ് പോസിബിൾ ബൈ സ്നേക്സ് അപ്പിയറൻസ്. സ്നേക്കിൻ്റെ അപ്പിയറൻസ് വെച്ച് സ്നേക്ക് ഏത് സ്നേക്കാണ് കടിച്ചത്, വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ കടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക. റീഅഷ്യൂർ ദ പേഴ്സൺ. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് രോഗി, അതായത് പാമ്പ് കടിച്ച രോഗിയെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഇമ്മൊബിലൈസ് ദ ബിറ്റൻ പാർട്ട്. ഡു നോട്ട് അലൗ ടു വാക്ക്. അതായത് പാമ്പ് കടിയേറ്റ ഭാഗം അനക്കാതെ വയ്ക്കുക. രോഗിയെ നടത്തിക്കരുത്. Keep the bitten area below the heart level. Do not elevate the area to minimize the spread of the venom. പാമ്പ് കടിയേറ്റ ഭാഗം ഹാർട്ട് ലെവലിൽ നിന്നും താഴ്ത്തി പിടിക്കുക. ഒരു കാരണവശാലും പൊക്കി പിടിക്കരുത്, താഴ്ത്തി പിടിക്കുക. വിഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനാണ് പാമ്പ് കടിയേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കരുതെന്ന് പറയുന്നത്. എപ്പോഴും താഴ്ത്തി വേണം പിടിക്കാൻ. ഹാർട്ട് ലെവലിൽ നിന്ന് താഴ്ത്തി പിടിക്കുക. വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. പാമ്പ് കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലപോലെ കഴുകുക.
Then do not cover the wound or puncture mark. പാമ്പ് കടിയേറ്റ ഭാഗം കവർ ചെയ്യേണ്ട കാര്യമില്ല. Remove constrictive clothing, rings or any jewelry as the affected area may swell. പാമ്പ് കടിയേറ്റ ഭാഗത്ത് നിന്നും ഇറുകിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക. മോതിരം, ജുവലറി എന്നിവ ഉണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം പാമ്പ് കടിയേറ്റ ഭാഗം പെട്ടെന്ന് നീര് വയ്ക്കും. Then do not allow to eat or to drink water in order to keep metabolism at low rate. ശരീരത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണമോ പാനീയമോ ഒന്നും ഉടനെ രോഗിക്ക് നൽകരുത്. ഷിഫ്റ്റ് ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഡോൺസ് ഫോർ സ്നേക്ക് ബൈറ്റ്. സ്നേക്ക് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡു നോട്ട് യൂസ് എ ടൂർണിക്കറ്റ്. ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റ ഭാഗത്തിന് തൊട്ട് മുകളിലായിട്ട് തുണി വെച്ച് കെട്ടരുത്. ഡു നോട്ട് കട്ട് ഇൻ ടു സ്നേക്ക് ബൈറ്റ്. സ്നേക്ക് ബൈറ്റ് വന്ന ഭാഗം ഒരിക്കലും കീറി ബ്ലഡ് പുറത്തേക്ക് പോകാൻ അതിൻ്റെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡു നോട്ട് യൂസ് കോൾഡ് കംപ്രസ് ഓൺ ദ ബൈറ്റ്. പാമ്പ് കടിയേറ്റ ഭാഗത്തിന് മേൽ ഐസ് വെക്കേണ്ട കാര്യമില്ല. ഡു നോട്ട് എലിവേറ്റ് ദ ഏരിയ. പാമ്പ് കടിയേറ്റ ഭാഗം ഒരിക്കലും ഉയർത്തിപ്പിടിക്കരുത്, താഴ്ത്തി വേണം പിടിക്കാൻ. ഡു നോട്ട് സക്ക് ദ വെനം ഔട്ട് ബൈ ദ മൗത്ത്. വാ ഉപയോഗിച്ച് വിഷം പുറത്തേക്ക് എടുത്ത് കളയാൻ ശ്രമിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് സ്നേക്ക് ബൈറ്റിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഫസ്റ്റ് എയ്ഡ് ഓഫ് ചോക്കിംഗ്. Choking is blockage of upper airway by food or other objects which prevents a person from breathing effectively. അപ്പർ എയർവേസിൽ, അതായത് ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കസ് എന്നീ ഭാഗങ്ങളിൽ ആഹാരമോ മറ്റു വസ്തുക്കളോ തടഞ്ഞിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ശ്വാസതടസ്സത്തെയാണ് ചോക്കിംഗ് എന്ന് പറയുക. സാധാരണയായിട്ട് ഇത് കുട്ടികളിലൊക്കെ ആണെങ്കിൽ കളിപ്പാട്ടത്തിൻ്റെ കഷ്ണങ്ങൾ, പിൻ, നട്ട്സ്, പെൻസിൽ, പേനയുടെ ക്യാപ്പ് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്. ഇതുമൂലം ചോക്കിംഗ് ഉണ്ടാകുന്നത്. വലിയ ആൾക്കാരിലൊക്കെ ആണെങ്കിൽ ആഹാര സാധനങ്ങളൊക്കെ ചോക്കിങ്ങിന് കാരണമാകാറുണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എൻകറേജ് ടു കഫ് ഔട്ട്. ബോധവാനാണെങ്കിൽ ചുമച്ച് കളയാൻ പറയുക. സെക്കൻഡ് വൺ, ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് ഗീവ് 5 ബാക്ക് ബ്ലോസ്. അതുകൊണ്ട് രക്ഷയില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 5 ബാക്ക് ബ്ലോസ് കൊടുക്കുക. അതായത് കീപ് ദ കാഷ്വാലിറ്റി ബെൻഡ് ഫോർവേഡ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ വിക്ടിമിനെ കുനിച്ചു നിർത്തുക. Using heel of first aider's hand, give 5 sharp back blows between their shoulder blades. കുനിച്ചു നിർത്തിയതിനു ശേഷം 2 ഷോൾഡറിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് ശക്തിയായി 5 പ്രാവശ്യം ഫസ്റ്റ് എയ്ഡറിൻ്റെ കൈവെള്ളം ഉപയോഗിച്ച് ശക്തിയായിട്ട് അടിക്കുക. For babies, lay down on your forearm or leg and give 5 back blows. കുഞ്ഞു കുട്ടികൾക്ക് ആണെങ്കിൽ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ കൈകൾ കമഴ്ത്തി കിടത്തിയോ അല്ലെങ്കിൽ കാലിൽ കമഴ്ത്തി കിടത്തിയോ 2 ഷോൾഡർ ബ്ലേഡ്സിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് ഫസ്റ്റ് എയ്ഡറിൻ്റെ കൈയുടെ ഹീൽ ഭാഗം കൊണ്ട് 5 പ്രാവശ്യം ബാക്ക് ബ്ലോസ് കൊടുക്കാവുന്നതാണ്. If back blows doesn't work, give 5 abdominal thrust or Heimlich maneuver. ഈ 5 പ്രാവശ്യം ബാക്കിൽ അടിച്ചതിന് ശേഷവും തടഞ്ഞിരിക്കുന്ന വസ്തു പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യം അബ്ഡോമിനൽ ത്രസ്റ്റ് നൽകാവുന്നതാണ്. അബ്ഡോമിനൽ ത്രസ്റ്റ് നൽകുന്നതിനെ ഹെംലിക് മാനുവർ എന്ന് പറയുന്നു. അത് ചെയ്യേണ്ട വിധമാണ് താഴെ പറയുന്നത്. സ്റ്റാൻഡ് ബിഹൈൻഡ് ദ പേഴ്സൺ, അതായത് രോഗിയുടെ പിറകിൽ ഫസ്റ്റ് എയ്ഡർ നിൽക്കുക. പ്ലേസ് ദ ആംസ് അറൗണ്ട് ദ പേഴ്സൺസ് വേസ്റ്റ്. രോഗിയുടെ പിറകിൽ നിൽക്കുന്നതിന് ശേഷം കൈകൾ രോഗിയുടെ വയറിൻ്റെ ഭാഗത്തേക്ക് വലയം ചെയ്യുക. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ രോഗിയുടെ പിറകിൽ നിന്നതിന് ശേഷം, വിക്ടിമിൻ്റെ പിറകിൽ നിന്നതിന് ശേഷം കൈകൾ രോഗിയുടെ വയറിൻ്റെ ഭാഗത്തേക്ക് വലയം ചെയ്യുക. Place one hand in a clenched fist between their belly button and bottom of their chest. ഒരു കൈ മുഷ്ടി രൂപത്തിൽ ആക്കി വിക്ടിമിൻ്റെ പൊക്കിളിൻ്റെയും നെഞ്ചിൻ്റെ അടിഭാഗത്തിൻ്റെയും ഇടയിലായിട്ട് വയ്ക്കുക. അതായത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വിക്ടിമിൻ്റെ പൊക്കിളിൻ്റെ മുകളിലായിട്ടും പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടും ഇടയിലുള്ള സ്പേസിൽ ആദ്യം ഒരു കൈ മുഷ്ടി ചുരുട്ടി വയ്ക്കുക. അതിനുശേഷം with other hand grasp the fist and pull sharply towards, inwards and upwards up to 5 times. മറ്റേ കൈ മുഷ്ടി ചുരുട്ടിയ കൈക്ക് മുകളിലായി വെച്ചുകൊണ്ട് 5 പ്രാവശ്യം ശക്തിയായി ഉള്ളിലേക്കും മുകളിലേക്കും ശക്തിയായി തള്ളുക. ഇതിനെയാണ് അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ന് പറയുക.
അപ്പോൾ ഒരു കൈ പൊക്കിളിൻ്റെ മുകളിലായിട്ടും നെഞ്ചിൻ്റെ താഴ്ഭാഗത്തിൻ്റെ ഇടയിലായിട്ട്, ഈ രണ്ട് ഭാഗത്തിൻ്റെയും ഇടയിലായിട്ട് ഒരു കൈ മുഷ്ടി ചുരുട്ടി വയ്ക്കുക. മറ്റേ കൈ ആ കൈക്ക് മുകളിലായി വെച്ചതിന് ശേഷം ഈ മുകളിലത്തെ പിക്ചർ കാണിച്ചിരിക്കുന്ന പോലെ ഉള്ളിലേക്കും മുകളിലേക്കും ശക്തിയായിട്ട് 5 പ്രാവശ്യം തള്ളുക. ഇതിനെയാണ് ഹെംലിക് മാനുവർ എന്ന് പറയുക. For babies, after giving 5 back blows, give 5 quick chest thrust by placing 2 fingers on the breastbone just below the nipples. ഇനി കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ രീതിയിലല്ല അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 പ്രാവശ്യം ബാക്ക് ബ്ലോസ് കൊടുത്തതിന് ശേഷം, അതായത് കമിഴ്ത്തിക്കെടുത്തി ബാക്ക് ബ്ലോസ് കൊടുത്തതിന് ശേഷം കുട്ടികൾക്ക് നേരെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നേരെ കിടത്തി 2 വിരലുകൾ ഉപയോഗിച്ച് നിപ്പിൾസിന് തൊട്ട് താഴെയായിട്ട്, അതായത് നിപ്പിൾസിന് ഇടയിലുള്ള ബ്രസ്റ്റ് ബോണിൽ ശക്തിയായി 5 പ്രാവശ്യം അമർത്തുക. കുഞ്ഞു കുട്ടികൾക്ക് ഈ രീതിയിലാണ് അബ്ഡോമിനൽ ത്രസ്റ്റ് നൽകേണ്ടത്. അതായത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് 2 നിപ്പിൾസിൻ്റെയും തൊട്ട് താഴെയുള്ള ഇടയിലുള്ള ഭാഗത്ത്, തൊട്ട് താഴെയുള്ള ഭാഗത്ത്, അതായത് ബ്രസ്റ്റ് ബോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 കൈ വെച്ചതിന് ശേഷം ശക്തിയായിട്ട് 5 പ്രാവശ്യം അമർത്തുക. ഇഫ് പേഷ്യൻ്റ് ഈസ് അൺറെസ്പോൺസീവ് സ്റ്റാർട്ട് CPR. ഇനി എന്നിട്ടും രോഗി ബോധം വീണില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. CPR മീൻസ് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, അതായത് ചെസ്റ്റ് കംപ്രഷൻസും കൃത്രിമ ശ്വാസവും നൽകുക. ബേസിക് ലൈഫ് സപ്പോർട്ട് ഓർ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ബേസിക് ലൈഫ് സപ്പോർട്ട് ഓർ BLS എന്നും പറയും, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ഓർ CPR എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. നമ്മൾ ചോക്കിങ്ങിലൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എയ്ഡിൽ കുട്ടിക്ക് ലാസ്റ്റ് ബോധം വീണില്ല എന്നുണ്ടെങ്കിൽ CPR കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് CPR, എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. BLS ഓർ CPR ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഓറൽ റിസസിറ്റേഷൻ ഓർ മൗത്ത് ടു മൗത്ത് ബ്രീതിങ് ആൻഡ് എക്സ്റ്റേണൽ കാർഡിയാക് മസാജ് ഓർ ദാറ്റ് ഈസ് ചെസ്റ്റ് കംപ്രഷൻസ്. കൃത്രിമ ശ്വാസോച്ഛ്വാസവും അഥവാ മൗത്ത് ടു മൗത്ത് ബ്രീതിങ്ങും കാർഡിയാക് മസാജും നൽകുന്നതിനെയാണ് BLS എന്ന് പറയുന്നത്. ഇത് അടിയന്തര ഘട്ടത്തിൽ നൽകുന്ന ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. ഇനി ഇത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത് നോക്കാം. ഇൻഡിക്കേഷൻസ് ഓഫ് CPR. ഫസ്റ്റ് വൺ, കാർഡിയാക് അറസ്റ്റ്. ഇറ്റ് ഈസ് ദ സെസേഷൻ ഓഫ് ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട്. ഒന്നാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ, അതായത് ഹൃദയാഘാതം വരുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം പെട്ടെന്ന് നിലച്ചു പോകുന്ന അവസരങ്ങളിൽ രോഗിക്ക് ബ്രീതിങ്ങും പൾസും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതിനെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ അവസരങ്ങളിൽ CPR നൽകാം. സെക്കൻഡ് ഇൻഡിക്കേഷൻ ഈസ് റെസ്പിറേറ്ററി അറസ്റ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സെസേഷൻ ഓഫ് ബ്രത്ത്. ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയിൽ, ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടാണെങ്കിൽ, ശ്വാസം ഒട്ടും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തും നമുക്ക് CPR നൽകാവുന്നതാണ്. സോ 2 indications of CPR is first one cardiac arrest and second one respiratory arrest. Steps of BLS or CPR. ഇനി BLS അഥവാ CPR കൊടുക്കുന്ന വിധം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചെസ്റ്റ് കംപ്രഷൻ, സെക്കൻഡ് എയർവേ, തേർഡ് വൺ ബ്രീത്തിങ്, ഫോർത്ത് വൺ ഡീഫിബ്രിലേഷൻ. ആദ്യം ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നു, അതിനുശേഷം എയർവേ ക്ലിയർ ചെയ്യുന്നു, ബ്രീത്തിങ് നൽകുന്നു, ഡീഫിബ്രിലേഷൻ കൊടുക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, അസസ്മെൻറ്റ് ആൻഡ് സീൻ സേഫ്റ്റി. അതായത് ചുറ്റുമുള്ള പരിസരം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. പ്ലേസ് ദ പേഷ്യൻ്റ് ഇൻ ഫേം സർഫസ്. അതായത് രോഗിക്ക് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റോ റെസ്പിറേറ്ററി അറസ്റ്റോ വരികയാണ്, ബ്രീത്തിങ്ങും പൾസും ഒന്നും ഇല്ല, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് രോഗിയെ ഒരു നിരപ്പായ സ്ഥലത്ത് രോഗിയെ കിടത്തുക. ടാപ്പ് ദ പേഴ്സൺ, ആർ യു ഓക്കെ. രോഗിയെ തട്ടി വിളിച്ച് ഓക്കെ ആണോ എന്ന് ചോദിക്കുക. ചെക്ക് ബ്രീത്തിങ്. റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ രോഗിയെ നിരപ്പായ സ്ഥലത്ത് കിടത്തുക, ഓക്കെ ആണോ എന്ന് ചോദിക്കുക. രോഗിയിൽ നിന്നും ഒരു റെസ്പോൺസും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 2, ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ഓർ കോൾ ഫോർ ഹെൽപ്പ്. രോഗി ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എമർജൻസി അലാം സിസ്റ്റം ഉണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്യിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും സഹായത്തിന് വിളിക്കാം. സ്റ്റെപ്പ് 3, ഈ സമയം കൊണ്ട് ചെക്ക് കരോട്ടിഡ് ആർട്ടറി പൾസ്. Locate the trachea using 3 fingers and slide the fingers between the muscles and feel the pulse. അതായത് കരോട്ടിഡ് പൾസ്, ഇപ്പം എത്രയും പെട്ടെന്ന് കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുക. പൾസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക.
കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ട്രക്കിയ ഫീൽ ചെയ്തതിന് ശേഷം 3 വിരലുകൾ വെച്ച് ട്രക്കിയുടെ മീതെ വെച്ചതിന് ശേഷം പതുക്കെ സ്ലൈഡ് ചെയ്തുകൊണ്ട് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് നമുക്ക് പൾസ് ഫീൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഫ് ഡു നോട്ട് ഫീൽ ദ പൾസ് സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻ. പൾസ് കിട്ടിയില്ല എങ്കിൽ ഉടനെ തന്നെ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻസ് നൽകേണ്ടതാണ്. സ്റ്റെപ്പ് 4. അപ്പോൾ കരോട്ടിഡ് ആർട്ടറി ഫീൽ ചെയ്തതിന് ശേഷം പൾസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റെപ്പ് 4ലേക്ക് പോവുക. പൊസിഷൻ അറ്റ് ദ വിക്ടിം സൈഡ്. വിക്ടിമിൻ്റെ സൈഡിൽ നമ്മൾ നിൽക്കുക. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾ നിൽക്കുക. മേക്ക് ഷുവർ വിക്ടിം ഈസ് ഓൺ ഫ്ലാറ്റ് ഫേം സർഫസ്. നിരപ്പായ സ്ഥലത്താണ് രോഗിയെ കിടത്തിയതെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. Put the heel of one hand on the center of victim's chest on the lower half of breastbone. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്റ്റേർണം അഥവാ ബ്രസ്റ്റ് ബോണിൻ്റെ ലോവർ ഹാഫ് താഴ്ഭാഗത്തായിട്ട് 2 നിപ്പിൾസിൻ്റെയും ഇടയിൽ ആയിട്ട് സ്റ്റേർണത്തിൻ്റെ ലോവർ ഹാഫ് പോർഷൻ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുക. Put the heel of one hand on the center of the victim's chest on the lower half of the breastbone. അതായത് ഫസ്റ്റ് എയ്ഡറിൻ്റെ ഒരു കൈയുടെ ഹീൽ ഭാഗം ഈ സ്റ്റേർണത്തിൻ്റെ ലോവർ ഹാഫ് പോർഷനിൽ വെക്കുക. Put the heel of other hand on the top of the first hand. ആ കൈയുടെ മുകളിലായിട്ട് അടുത്ത കൈയുടെ ഹീൽ ഭാഗം വെക്കുക. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആദ്യം ഒരു ഫസ്റ്റ് ഹാൻഡിൻ്റെ ഹീൽ ഭാഗം ഈ സ്റ്റേർണത്തിൻ്റെ ലോവർ ഹാഫ് പോർഷനിൽ വെക്കുക. അതിനുശേഷം മറ്റേ കൈ ആദ്യത്തെ കൈയുടെ മുകളിലായിട്ട് വെക്കുക. Then straighten the arms and position shoulder directly over the hands. കൈകൾ സ്ട്രെയിറ്റ് ആക്കി വെച്ച് ഷോൾഡർ കൈകൾക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡർ നിൽക്കുക. കൈകൾ സ്ട്രെയിറ്റ് ആയി കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡറിൻ്റെ കൈകൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഫസ്റ്റ് എയ്ഡറിൻ്റെ ഷോൾഡർ ഭാഗം കൈക്ക് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം പൊസിഷൻ ചെയ്യാനായിട്ട്. Push hard and fast at a depth of 5 cm in adults and 4 cm in infants with each compression. മുതിർന്നവരിൽ 5 സെൻറ്റിമീറ്റർ താഴ്ചയിലും കുട്ടികളിൽ 4 സെൻറ്റിമീറ്റർ വരെ താഴ്ചയിലും ശക്തിയായിട്ട് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക. ഇതിനെയാണ് ചെസ്റ്റ് കംപ്രഷൻസ് എന്ന് പറയുന്നത്. അതായത് രോഗിയുടെ സൈഡിൽ നിന്നതിന് ശേഷം ഒരു കൈയുടെ ഹീല് നമ്മുടെ സ്റ്റേർണത്തിൻ്റെ ലോവർ ഹാഫ് പോർഷനിൽ വെക്കുക. മറ്റേ കൈ ആദ്യത്തെ കൈയുടെ മുകളിൽ വെക്കുക. ശക്തിയായിട്ട് 5 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ശക്തിയായിട്ട് ചെസ്റ്റ് കംപ്രഷൻ നൽകുക. ആഫ്റ്റർ 30 കംപ്രഷൻസ് ഗീവ് 2 ബ്രത്ത്സ്. 30 കംപ്രഷൻസ് നൽകിയതിന് ശേഷം 2 ബ്രത്ത് നൽകുക, ശ്വാസം നൽകുക. ഇത് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ആയിട്ടാണ് നൽകാവുന്നത്. എ കംപ്രഷൻ റേറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 100 പെർ മിനിറ്റ്. 1 മിനിറ്റിൽ 100 ചെസ്റ്റ് കംപ്രഷൻ വരുന്ന രീതിയിൽ വേണം കൊടുക്കാൻ. മേക്ക് ഷുവർ ചെസ്റ്റ് റീകോയിൽ കംപ്ലീറ്റ്ലി. ഓരോ ചെസ്റ്റ് കംപ്രഷൻ കഴിയുമ്പോഴും ചെസ്റ്റ് പൂർണ്ണമായി പൂർവ്വസ്ഥിതിയിൽ വരുത്തേണ്ടതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 5, ദറ്റ് ഈസ് ക്ലിയറിംഗ് എയർവേ ആൻഡ് ഗിവിംഗ് ബ്രീത്തിങ്. അതായത് 30 ചെസ്റ്റ് കംപ്രഷൻസ് നൽകിയതിന് ശേഷം പെട്ടെന്ന് നമ്മൾ അടുത്ത് ചെയ്യുന്നത് ക്ലിയറിംഗ് എയർവേയും ബ്രീത്തിങ്ങും നൽകേണ്ടതാണ്. റിമൂവ് ഫോറിൻ ഓബ്ജക്ട്സ് ഇഫ് എനി ഫ്രം ദ മൗത്ത്. വായിൽ നിന്നും ഫോറിൻ ഓബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം ടിൽറ്റ് ദ ഹെഡ് ആൻഡ് ലിഫ്റ്റ് ദ ചിൻ. ഒരു കൈ കൊണ്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കൈ കൊണ്ട് തല ചരിച്ച് മറ്റേ കൈ കൊണ്ട് താടി ഭാഗം ഉയർത്തിയ രീതിയിൽ വെക്കുക. ഇതിനെയാണ് ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഒരു കൈ കൊണ്ട് തല ചരിച്ച് മറ്റേ കൈ കൊണ്ട് താടി ഭാഗം പൊക്കി വയ്ക്കുന്ന മെത്തേഡ്. ഈ രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കാനായിട്ട്. ഇനി if there is potential for cervical spine injury, use jaw thrust method. ഇനി cervical spine ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ജോ ത്രസ്റ്റ് മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തല ചരിക്കാതെ, അതായത് താടി ഭാഗത്തിൻ്റെ ഇരുവശത്തായിട്ട് കൈകൾ വെച്ചതിന് ശേഷം താടി ഭാഗം മാത്രം ഉയർത്തുക. താടി എല്ലിൻ്റെ ഇരുവശത്തുമായിട്ട് കൈകൾ വെച്ചതിന് ശേഷം താടി എല്ല് ഉയർത്തുക. ഇതിനെയാണ് ജോ ത്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. അതിനുശേഷം ഗീവ് 2 ബ്രത്ത്സ്, ദാറ്റ് ഈസ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ. ഈ പൊസിഷനിൽ വെച്ചതിന് ശേഷം 2 ബ്രത്ത് നൽകേണ്ടതാണ്. മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ആണ് നൽകേണ്ടത്. മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ നൽകുമ്പോൾ നോസ് ക്ലോസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ നൽകുക.
Give 5 cycles of chest compression with 30 chest compressions and 2 breaths in 1 cycle. 30 ചെസ്റ്റ് കംപ്രഷനും 2 ബ്രത്തും ചേർന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ 5 സൈക്കിൾ ചെസ്റ്റ് കംപ്രഷൻ വരെ നൽകാവുന്നതാണ്. ഇനി സ്റ്റെപ്പ് 6 ഓർ ഡീഫിബ്രിലേഷൻ. ഈ ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡീഫിബ്രിലേറ്റർ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡീഫിബ്രിലേഷൻ നൽകാവുന്നതാണ്. ടേൺ ഓൺ AED മെഷീൻ. മെഷീൻ്റെ പേരാണ് AED മെഷീൻ, മീൻസ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് AED. ദിസ് ഈസ് AED. അപ്പോൾ AED ഈ ടൈം കൊണ്ട് എത്തുകയാണെങ്കിൽ AED ടേൺ ഓൺ ചെയ്യുക. സെറ്റ് ദ എനർജി സെറ്റ് ചെയ്യുക. Place one pad below the right clavicle and place the second pad on the left chest wall underneath the armpit. അതായത് എക്സ്റ്റേണൽ AEDയുടെ ഒരു പാഡ് റൈറ്റ് ക്ലാവിക്കിളിന് താഴെയായിട്ടും രണ്ടാമത്തെ പാഡ് ലെഫ്റ്റ് സൈഡിലെ ചെസ്റ്റിൽ കക്ഷത്തിന് താഴെയായിട്ടും വരത്തക്ക രീതിയിൽ രണ്ടാമത്തെ പാഡും വെക്കുക. Before giving the shock, make sure the surroundings are free from shock. ഷോക്ക് കൊടുക്കുന്നതിന് മുമ്പ് സറൗണ്ടിങ്സ് സുരക്ഷിതമാണോ എന്ന് നോക്കുക. The operator loudly announce, I clear, you clear, all clear. ഈ സമയത്ത് ആരും രോഗിയെ തൊടരുത്. സുരക്ഷിതമാണോ എന്ന് നോക്കുക. അതായത് ഐ ക്ലിയറും യു ക്ലിയർ, ഓൾ ക്ലിയർ, എല്ലാവരും രോഗിയിൽ നിന്നും മാറി നിൽക്കുകയാണോ എന്ന് ഉറപ്പുവരുത്തുക. ആഫ്റ്റർ ഗിവിംഗ് ദ ഷോക്ക്, ചെക്ക് ദ പൾസ് ആൻഡ് കണ്ടിന്യൂ CPR ഇഫ് ദർ ഈസ് നോ പൾസ്. അതിനുശേഷം എല്ലാവരും സുരക്ഷിതമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഷോക്ക് നൽകാവുന്നതാണ്. അതിനുശേഷം ഷോക്ക് നൽകിയതിന് ശേഷം പൾസ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കരോട്ടിഡ് ആർട്ടറി പൾസ് ചെക്ക് ചെയ്യാം. പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ CPR കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് 6 ഡീഫിബ്രിലേഷനിൽ വരുന്നത് ആദ്യം AED ടേൺ ഓൺ ചെയ്യുക, എനർജി സെറ്റ് ചെയ്യുക. ഒരു പാഡ് റൈറ്റ് ക്ലാവിക്കിളിന് താഴെയായിട്ടും രണ്ടാമത്തെ പാഡ് ലെഫ്റ്റ് ചെസ്റ്റ് വാളിൻ്റെ ഭാഗത്തായിട്ടും വെക്കുക. അതിനുശേഷം സുരക്ഷിതമാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫസ്റ്റ് എയ്ഡറും കൂടെ ഉള്ളവരുമൊക്കെ സുരക്ഷിതമാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഷോക്ക് നൽകാവുന്നതാണ്. ഷോക്ക് നൽകിയതിന് ശേഷം കരോട്ടിഡ് ആർട്ടറി പൾസ് ചെക്ക് ചെയ്യുക. പൾസ് വീണ്ടും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ ചെസ്റ്റ് കംപ്രഷൻസിലേക്ക് പോവുക. CPR നൽകാവുന്നതാണ്. ഇനി ആഫ്റ്റർ ഗിവിംഗ് ദ ഷോക്ക്, check the pulse and continue CPR if there is no pulse and shift to hospital immediately. ഇനി ചെസ്റ്റ് കംപ്രഷൻ നൽകിയതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് രോഗിയെ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാം. പ്രിപ്പയർ എ ലീഫ്ലെറ്റ് ഓൺ ബേസിക് ലൈഫ് സപ്പോർട്ട്. ബേസിക് ലൈഫ് സപ്പോർട്ടിനെ പറ്റിയിട്ട് ഒരു ലീഫ്ലെറ്റ് തയ്യാറാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് സമർപ്പിക്കുക. Next, practice questions. First one, list out the indications of BLS and explain the steps of BLS. Second one, write down the first aid of choking in an adult and infant. Third one, what are the do's and don'ts for a snake bite? And last one, explain the first aid for dog bite and snake bite. നല്ലതുപോലെ പഠിക്കുക. Okay, thank you.